കുരങ്ങുകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോഴിക്കോട് വിലങ്ങാട്ടെ തെങ്ങ് കർഷകൻ. 200ഓളം കുരങ്ങുകളാണ് കൃഷിയിടത്തിലെത്തുന്നത് എന്നാണ് ഇന്ദിരാനഗർ സ്വദേശി പുതുപ്പള്ളി ജോഷിയുടെ പരാതി. അധികൃതർ ഇടപെടാഞ്ഞതോടെ മറ്റു വഴിയില്ലാതെ 18 തെങ്ങുകളുടെ മണ്ട വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഈ കർഷകൻ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങിൻ്റെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. മറ്റു മൃഗങ്ങളിലെ പന്നിയുടെയുണ്ട്, മുള്ളൻ്റെ ഉണ്ട്, മറ്റെല്ലാ മൃഗങ്ങളുടെ ഉണ്ട്. എങ്കിൽ തന്നെ ഈ കുരങ്ങിൻ്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇതിന് നമുക്കൊന്നും ചെയ്യാനും ആവുന്നില്ല. എന്നാൽ ഒരു വംശനാശം നശിക്കുന്നുമില്ല. ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ആയിരക്കണക്കിന് എണ്ണമാണോന്ന് അറിയത്തില്ല. ഒരു പുള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. ഈ പാറയ്ക്കുള്ളിൽ പാറക്കെട്ട് സംബന്ധമായിട്ട് ഇതിൻ്റെ അകത്ത് എത്ര കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടീം പോയി കഴിയുമ്പോൾ അടുത്ത ബറ്റാലി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ശല്യം കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തേങ്ങയായി കഴിഞ്ഞ് കൃഷിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേങ്ങ പോലും ചിലവിന് പോലും തേങ്ങ കിട്ടുന്നില്ലെന്നായി. ഇപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നല്ലോ, കാര്യങ്ങൾ പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു. കോഴിക്കോട് വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകന്റെ അറ്റകൈ പ്രയോഗം എന്ന് തന്നെയാണ് ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കുരങ്ങ് ശല്യത്താൽ പൊറുതിമുട്ടിയ വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള ജോഷിയാണ് 18 തെങ്ങുകളുടെ മണ്ട വെട്ടി കളഞ്ഞിരിക്കുന്നത്. ജോഷി പറയുന്ന അനുസരിച്ച് ജോഷിക്ക് ആകെ 22 തെങ്ങുകളാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങളായി പരിപാലിച്ചു വരുന്നിരുന്ന തെങ്ങുകളായിരുന്നു. പക്ഷേ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും ഈ തെങ്ങിൽ നിന്നും ഒരു തേങ്ങ കിട്ടാതായതോടെയാണ് ഇത്തരത്തിൽ അറ്റകൈ പ്രയോഗം നടത്തേണ്ടി വന്നത്. 100 മുതൽ 200 വരെ കുരങ്ങുകളാണ് ഓരോ ദിവസവും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ കുരങ്ങുകൾ തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ പറിച്ച് ജോഷിക്കും ജോഷിയുടെ കുടുംബത്തിനും നേരെ എറിയുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം 18 തെങ്ങുകളുടെ മണ്ട വെട്ടിയിരിക്കുന്നത്. ഇനി 4 തെങ്ങുകളാണ് ഉള്ളത്. കുരങ്ങ് ശല്യം തുടരുകയാണെങ്കിൽ ഈ 4 തെങ്ങുകൾ കൂടി വെട്ടിക്കളയാനാണ് നിലവിൽ ജോഷിയുടെ തീരുമാനം. എന്താണേലും ദാരുണമായ സംഭവം തന്നെ എന്ന് തന്നെ പറയാം. ഒരു കർഷകന് നേരിടേണ്ടി വന്ന ദാരുണമായ സംഭവം തന്നെയാണ്. എന്താണേലും വനം വകുപ്പിൻ്റെ ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഈ പ്രദേശത്തും അതോടൊപ്പം തന്നെ ജോഷിയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു.